ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അഫ്വാ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടി, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ആദ്യം ഒരു ഫുൾ ചിക്കൻ എടുക്കുക. തൊലിയോടുകൂടിയുള്ള ചിക്കൻ എടുത്തിട്ട് അതിനെ വിനീഗറും ഉപ്പും ഇട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഒരു ഫോർക്ക് കൊണ്ട് ചെറിയ ചെറിയ വരകൾ വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു പിടി പുതിനയില, ഒരു പിടി മല്ലിയില, ഇഞ്ചി, ഒരു വലിയ പീസ് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക്, ഒരു ചെറിയ പീസ് സവാള, ഇവയൊക്കെ എടുത്ത്, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നമുക്ക് ഒരു ചെറിയ മിക്സിയുടെ ജാറിലിട്ട് അതിൻ്റെ കൂടെ ഒരു പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം കൂടി എടുക്കണം. പിന്നെ എന്നിട്ട് അത് പേസ്റ്റ് ആക്കിയിട്ട് മിക്സിയിലെ ജാറിൽ ഇട്ട് അരക്കുക. അതിന് 2 ടീസ്പൂണ് പുളി കുറഞ്ഞ തൈര് ഉപയോഗിക്കുക. 2 ടീസ്പൂൺ മതി കേട്ടോ. അവയൊക്കെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ ഉപയോഗിക്കുന്നത്, ചിക്കൻ ഇട്ട് തയ്യാറാക്കാൻ തീരുമാനിച്ച ആ പാത്രത്തിൽ തന്നെ നമുക്ക് ഈ ഒരു ചേരുവകളെല്ലാം ചേർക്കുക. അതായത് എല്ലാം ഞാൻ എടുത്ത് വെച്ച എല്ലാ ചേരുവകളും ചേർത്ത് അതിൽ മിക്സിയിലുള്ള അരച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തൈര് പേസ്റ്റ് അതിലേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് 2 ടീസ്പൂണ് മന്തി പൗഡറും 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലയും, പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചെറിയ ജീരകം, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു മാഗി ക്യൂബും കൂടെ ഇതിലേക്ക് നമുക്ക് പിന്നെ പൊടിച്ചിടാം. ഒരെണ്ണം മാത്രം മതി, കൂടുതൽ ഉപയോഗിക്കേണ്ട, ടേസ്റ്റ് ഓവറാവും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഞരടിയിട്ട് പിന്നെ നമ്മൾ നന്നായി ഞരടിയെടുത്ത് അതിന് ശേഷം നമ്മുടെ എടുത്ത് വെച്ച ചിക്കനിലേക്ക് നമുക്ക് ഈ മസാല പുരട്ടാം. ഈ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് സൈഡിലും മുകളിലും തല തിരിച്ചിട്ട് മാറ്റിയിട്ട് അതിന് ശേഷം എല്ലാ ഭാഗത്തും നന്നായി മസാല പിടിപ്പിക്കുക. അതിൻ്റെ ഉൾഭാഗത്തൊക്കെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ മാറ്റി വെക്കാം. ഇത് വളരെ എണ്ണ അധികം, ഇതിലോട്ട് 2 ടീസ്പൂണ് ഓയിലും കൂടി ഒഴിക്കണം. 2 ടീസ്പൂൺ. പൊതുവേ ഇത് സാധാരണ അധികം എണ്ണ കൂടുതലില്ലാണ്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കനാണ്. അപ്പോൾ എണ്ണ കുറച്ച് തയ്യാറാക്കണമെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ചിക്കനൊക്കെ തയ്യാറാക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്കത് റെസ്റ്റ് ചെയ്യാം. ഫ്രിഡ്ജിൽ ഒരു 3 മണിക്കൂർ എണ്ണ വെച്ചതിന് ശേഷം ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷം അത് ചെറിയൊരു ഫ്ലെയിമിൽ നമുക്ക് ഗ്യാസിൻ്റെ മേലെ അടുപ്പത്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ മൂടിയിൽ നമുക്ക് ചെറിയ ഹോൾസ് വേണം. അപ്പോൾ ആ ഹോൾസ് നമുക്ക് ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പിന്നെ ഫോയിൽ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് അത് അടച്ചു വെക്കാം. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് തുറന്ന് നോക്കാം. അപ്പം അതിനകത്ത് 2 ടീസ്പൂണ് പിന്നെ ഗീ ഒഴിച്ചു കൊടുക്കാം. ഗീ ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ള ആ ഗീ നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് വീണ്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിക്കാം. ഇപ്പോൾ കണ്ട അതിൽ
എണ്ണയൊക്കെ ഊറി വരുന്നുണ്ട്, മനസ്സിലാകുന്നുണ്ടാവില്ല എനിക്ക്. അപ്പോൾ ആ ഇത് എണ്ണയൊക്കെ ഇതിൽ ചിക്കനിലുള്ള എണ്ണയും നമ്മൾ ചേർത്ത എണ്ണയൊക്കെ ഇതായിട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടാവില്ലേ. നല്ല ടേസ്റ്റുള്ള ചിക്കനാണ്. നിങ്ങൾ ഇപ്പോൾ തിരിച്ച് എടുത്തിട്ട് പാത്രത്തിൽ നിന്ന് ഇപ്പോൾ വീണ്ടും ഞാൻ എടുത്ത് നോക്കി. ഇതാ അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ ഒരു 10 ബദാമും കൂടെ അരച്ച് ചേർത്ത് അപ്പുറം ഇപ്പുറം തിരിച്ചിട്ട് ഓക്കെ. അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് ഒന്നും കൂടെ വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ ഇതാണ് കിടുക്കാച്ചി ചിക്കൻ റെഡി. ഓക്കെ.